സംഭവിച്ചത് എന്താണ്? വ്രണങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. അത് ഇന്ത്യൻ പ്രധാനമന്ത്രി തൊട്ട് താഴോട്ട് എല്ലാവർക്കും അത് ബാധകമാണ്. സന്ദീപ് വാര്യർ, ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇപ്പോൾ ഇന്നലെ ഡിവൈഎഫ്ഐയുടെ യൂത്ത് അലർട്ട്, UDFന്റെ പരിപാടി വരാൻ പോകുന്നു, LDFന്റെ പരിപാടി വരാൻ പോകുന്നു. വടകരയെ ഓർക്കുമ്പോൾ എനിക്ക് വ്യക്തിപരമായി പേടി തോന്നുന്നുണ്ട് സന്ദീപ്. തീർച്ചയായിട്ടും ഹാഷ്മിയ പറഞ്ഞതിലൊരു വസ്തുതയുണ്ട്. കാരണം വടകരയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത് നമുക്കറിയാം, വർഗീയ കലാപത്തിൻ്റെതായിട്ടുള്ള ഒരു ചരിത്രം പേർന്ന മണ്ണുകൂടിയാണ്. വളരെ സുദീർഘമായിട്ടുള്ള കലാപങ്ങൾ തീയ മുസ്ലിം വിഭാഗങ്ങൾ തമ്മിൽ നാദാപുരം ഉൾപ്പെടെയുള്ള മേഖലകൾ നടന്നിട്ടുണ്ട്. നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് കേരളത്തിലെ രണ്ട് മുന്നണികളും രാഷ്ട്രീയ ആയുധമാക്കുകയും കാലാകാലങ്ങളിൽ കൺസോൾട്ടേഷന് വേണ്ടി, മുസ്ലിം കൺസോൾട്ടേഷനും മറുവശത്ത് തീയ കൺസോൾട്ടേഷനും ഹിന്ദു കൺസോൾട്ടേഷനും വേണ്ടിയിട്ട് രണ്ട് മുന്നണികളും വടകരയിലെ ഈ കലാപങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അത് ചരിത്രപരമായിട്ടുള്ള ഒരു വസ്തുവായിട്ട്, ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട്, ഈ ചർച്ചയുടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കിടക്കും. അതുകൊണ്ട് തന്നെ വടകരയിൽ നടക്കുന്ന ഈ വർഗീയ പ്രചരണങ്ങൾ സ്വാഭാവികമായിട്ടും സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഒന്നവിടെ. രണ്ടാമത്തെ കാര്യം, ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചർച്ച ചെയ്യണം. അങ്ങനെയല്ല സംഭവിച്ചിട്ടുള്ളത്. വടകരയിൽ നടന്നിട്ടുള്ള വർഗീയ പ്രചാരണങ്ങൾ കേവലം സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളിൽ നിന്ന് സംഭവിച്ചിട്ടതല്ല. അവിടെ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായി വന്ന ദിവസം തന്നെ നൽകിയ സന്ദേശം അത് കൃത്യമായിട്ടുള്ളതായിരുന്നു. അത് വർഗീയ പ്രചരണത്തെ ഉദ്ദേശിച്ചുകൊണ്ടതായിരുന്നു. ഞാൻ വടകരയുടെ പുയ്യാപ്ലയാണ് എന്ന സന്ദേശമാണ് ആദ്യം കൊടുത്തത്. അതിനുശേഷം നിങ്ങൾ പറയുന്നത്, സാധാരണ ഇപ്പോൾ ചെയ്യുന്ന ആളുകളൊക്കെ പറയുന്നത് ഇതൊക്കെ സാമൂഹ്യ, അല്ല ഞാൻ പറയട്ടെ, എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞോട്ടെ, അങ്ങനെ വ്യാഖ്യാനിക്കാലോ. എനിക്ക് വ്യാഖ്യാനിക്കാം. കൃത്യമായിരുന്നു. ഇതൊരു പ്രത്യേക ഞാനൊരു മതവിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയാണ്, ഞാനൊരു മതവിഭാഗത്തിന്റെ ആളാണ് എന്ന കൃത്യമായ സന്ദേശം അവിടെ ഷാഫി പറമ്പിൽ കൊടുത്തു. കാരണം ഞാനത് പറയാൻ കാരണം ഷാഫി പറമ്പിൽ എന്താണെന്ന് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണ്, പാലക്കാട്ടുകാരനായതുകൊണ്ടാണ്. ഞാൻ അതിലേക്ക് കടന്നു വരാം. ഷാഫി പറമ്പിലിന്റെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി സംബന്ധിച്ച് കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ്. എങ്ങനെയാണ് ഷാഫി പറമ്പിൽ പാലക്കാട്ടെ ചില കേന്ദ്രങ്ങളിൽ CPMന്റെ ഉൾപ്പെടെയുള്ള ചില മതവിഭാഗങ്ങളെ മാത്രം വോട്ട് വാങ്ങി എങ്ങനെ ലീഡ് നേടുന്നു നിഷ്കളങ്കനല്ല, നിഷ്കളങ്കന സന്ദീപ് വാര്യർ. 70% ഹൈന്ദവ സഹോദരങ്ങളുള്ള പാലക്കാട് ഷാഫി പറഞ്ഞ വർഗീയത പറഞ്ഞു ജയിച്ചു വന്നോ? ആരോട് പറയാണ്? കേരളത്തോടോ? തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇത് പാലക്കാട്ടെ ജനങ്ങളോട് ഞങ്ങൾ പറയുന്നത്. പാലക്കാട്ടെ ജനങ്ങൾക്കറിയാം ഏതൊക്കെ പോക്കറ്റിലാണ് ഷാഫി പറമ്പിൽ എൻ ബ്ലോക്ക് ആയിട്ട് വോട്ട് കിട്ടിയത്, ഏതൊക്കെ പ്രദേശങ്ങളിൽ. ഹാഷ്മി, 70% താങ്കൾ ഈ പറയുന്ന വർഗീയതയാണെങ്കിൽ ബോധ്യമില്ലാത്ത കാര്യങ്ങളിൽ ഞാൻ പഠിച്ചിട്ടുള്ള നമ്മൾ തെരഞ്ഞെടുപ്പിൽ ഒരു ഗണിതമുണ്ടല്ലോ, ആ ഗണിതയുക്തിക്കുള്ളിൽ നിൽക്കണ്ടേ പറയുന്നത് വർഗീയതയാണെങ്കിലും സന്ദീപ്? അല്ല, ആഷ്മിക്ക് കൃത്യമായി ആഷ്മി പഠിക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പടർപ്പിൽ തല്ലരുത്. ഞാൻ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കഴിഞ്ഞ തവണത്തെ നിങ്ങൾ ശ്രീധരൻ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നിങ്ങൾ അവലോകനം ചെയ്താൽ മതി. ഏത് സ്ഥലങ്ങളിലെ ഏത് ബൂത്തുകളിൽ എണ്ണിയപ്പോഴാണ് ഷാഫി പറമ്പിൽ എൻ ബ്ലോക്ക് ആയിട്ട് ഒരു വിഭാഗം വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് എന്ന് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഞാൻ അതിലേക്ക് വരാം. അത് കഴിഞ്ഞ കാര്യമാണ്, പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കാര്യമല്ല. ഞാൻ പുതിയ കാര്യത്തിലേക്ക് വരാം. വടകരയിൽ ഷാഫി പറമ്പിൽ തുടങ്ങിയത് തന്നെ വർഗീയ പ്രചരണം ഉദ്ദേശിച്ചുകൊണ്ടുള്ള, കൺസോൾട്ടേഷൻ ഉദ്ദേശിച്ചുകൊണ്ട് കൃത്യമായ ഒരു പ്ലാനോട് കൂടിയിട്ടുള്ള പ്രവർത്തനമായിരുന്നു. അതിനുവേണ്ടി മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും ലീഗ് പ്രവർത്തകരെ അങ്ങോട്ട് കൊണ്ടുപോയി. നിങ്ങൾ ഈ പറയുന്ന വടകര കടൽ എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയ സാധനം കേവലം വടകരക്കാരല്ല എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ കൃത്യമായ പ്ലാനോടുകൂടി ഒരു സംവിധാനം ഉണ്ടാക്കുകയും ആ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറയുന്ന പോലെ സാമൂഹ്യ മാധ്യമങ്ങളിലല്ല വർഗീയ പ്രചരണം നടന്നുള്ളത്. മൊബൈൽ ടു മൊബൈൽ അല്ലായിരുന്നു വർഗീയ പ്രചരണം. വാസ്തവത്തിൽ അതിനേക്കാൾ ഭീതികരമായിട്ടുള്ള വർഗീയ പ്രചരണം നടന്നത് മൗത്ത് ടു മൗത്തും മഹൽ ടു മഹലും ആയിരുന്നു. മൗത്ത് ടു മൗത്ത്, മഹൽ ടു മഹൽ, മൊബൈൽ ടു മൊബൈലിനേക്കാൾ കൂടുതൽ ഉണ്ടായത്. ഇതാണ് വടകരയിൽ സംഭവിച്ച ഒന്നാമത്തെ കാര്യം. രണ്ട്, നമ്മൾ ഈ പറയുന്ന ചില കാര്യങ്ങളിൽ കുറച്ച് അക്കാഡമിക് ആയിട്ട് കാര്യത്തിൽ സമീപിച്ച് നോക്കൂ. നിങ്ങൾ കേരളത്തിലെ വർഗീയ പ്രചരണങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും കേരളത്തെ ഒരു കാർപ്പറ്റിനകത്ത് അടിയിലിട്ട് കേരളത്തിൽ ഇതൊന്നും നടക്കില്ല എന്നങ്ങ് പറഞ്ഞു കളയും. പക്ഷെ അങ്ങനെയാണോ സംഭവിച്ചത്? കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം നിങ്ങൾ പരിശോധിക്കൂ. 90-ലെ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ശ്രീ EMS നമ്പൂതിരിപ്പാട് തുടങ്ങിയതാണ് മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വർഗീയ പ്രചരണം. അത് വർഗീയ പ്രചരണമായിരുന്നില്ലേ? ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ അന്ന് പ്രധാനമന്ത്രി തുപ്പിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷവും വംശീയതയും വർഗീയതയും എന്താണ്? ധാരണ കുത്തയൊന്നും അല്ലാന്നേ സന്ദീപ്. ഹാഷ്മി, പ്രധാനമന്ത്രി പ്രസംഗം സംബന്ധിച്ച് നിങ്ങളുടെ ചാനൽ തന്നെ ചർച്ച നടത്തുകയും BJPയുടെ പ്രതിനിധികൾ അക്കാര്യത്തിൽ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വടകരയിൽ നടന്ന വിഷയമാണ്. നിങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ പ്രസംഗം സംബന്ധിച്ച് ചർച്ച നടത്തണമെങ്കിൽ നിങ്ങൾ വേറെ വിളിച്ചോ, ഞങ്ങളതിൽ വരാം. ഞങ്ങൾ വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ എന്നെ പറയാൻ സമ്മതിക്കേ.
പറയൂ. ഞാൻ പറയണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല. അല്ല പറയൂ, പറഞ്ഞു പൂർത്തിയാക്കും. വെറുതെ എല്ലാ ദിവസവും തല്ലുകൂടാൻ വയ്യാത്തതുകൊണ്ടാണ്. പറഞ്ഞു പൂർത്തിയാക്കും. അപ്പോൾ ഒരു കാര്യം പറയാം, PCR-ഓട് പറഞ്ഞിട്ട് എന്റെ ശബ്ദം ചെറുതാക്കി വെക്കരുതെന്ന് പറയണം, സ്ഥിരം പരിപാടി ചെയ്യരുതെന്ന് പറയണം. അത് താങ്കൾക്ക് തോന്നലാണ് സാർ, അത് അങ്ങനെ ചെയ്യുന്നതല്ല. 90-ലെ തെരഞ്ഞെടുപ്പ് പ്രചരണം ജില്ലാ കൗൺസിൽ ശബ്ദം ചെറുതാക്കി വെക്കല് എന്ത് വെറുതെ തോന്നലാണ്, ഇല്യൂഷനാണ്. സന്ദീപ് പറഞ്ഞു പൂർത്തിയാക്കുമോ? അല്ല ഞാൻ പറയായിരുന്നു PCR അങ്ങനെ ശബ്ദം താഴ്ത്തി വെക്കലൊന്നും ഇല്ല, അതൊക്കെ അങ്ങയുടെ തോന്നലാണെന്ന് പറയായിരുന്നു. സന്ദീപ് പറഞ്ഞു പൂർത്തിയാക്കൂ, ഞാൻ അടുത്ത ആളിലേക്ക് പോകാൻ വേണ്ടിയാണ്. ആഷ്മി, ഈ ചർച്ചയിൽ വരുന്ന അതിഥികളോട് കുറച്ചുകൂടി ഇതുപോലെ ഈ രീതിയിലുള്ള പരിഹാസവും പുച്ഛവും എന്നോട് മാത്രമല്ല ബാക്കിയുള്ള പാനലിസ്റ്റോടും ചെയ്യുന്നത് ഞാൻ അപേക്ഷിക്കുന്നത് വളരെ മോശമാണ്. ഞാനത് പൂർത്തിയാക്കട്ടെ. നമ്മളൊരു വിഷയം, ഒരു കണ്ടന്റ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് താങ്കൾ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി, നമ്മളെ പോയിന്റ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം അതിനിടയിൽ പുച്ഛവും പരിഹാസവും കലർത്തിയുള്ള ഇത്തരം കാര്യങ്ങൾ PCR ശബ്ദം താഴ്ത്തി വെക്കുക എന്നൊക്കെ അവാസ്തവം താങ്കൾ പറയുന്നുണ്ടല്ലോ, പരിഹാസമൊന്നുമല്ല. ഇപ്പൊ PCR വോയിസ് താഴ്ത്തി വെക്കുക എന്നത് അവാസ്തവമായ കാര്യം താങ്കൾ പറയുന്നുണ്ടല്ലേ സാർ വരുന്നത്. അങ്ങ് പറഞ്ഞു പൂർത്തിയാക്കൂ, അവാസ്തവങ്ങൾ പറയാതെ അങ്ങ് പറഞ്ഞു വന്ന പോയിന്റ് പൂർത്തിയാക്കും. അത് അവാസ്തവമാണ് താങ്കൾ പറയുന്നു, അത് അവാസ്തവമാണ് താങ്കൾ പറയുന്നു. എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞുള്ള കാര്യമാണ്, അത് നിങ്ങൾ നിഷേധിക്കാം. കാരണം താങ്കളാണ് അപ്പുറത്തിരിക്കുന്നത്, ഞാൻ സ്റ്റുഡിയോയിലല്ല ഇരിക്കുന്നത്, എനിക്കറിയില്ല. എനിക്ക് സാങ്കേതിക വിദ്യ എനിക്കാണല്ലോ അറിയാവുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങ് ചെയ്യില്ല എന്ന്. അങ്ങ് പറഞ്ഞു പൂർത്തിയാക്കൂ. ഞാൻ പറഞ്ഞു. താങ്കൾക്ക് സ്റ്റുഡിയോയിലെ കാര്യം അറിയാം, എനിക്ക് പാലക്കാട്ടെ കാര്യം അറിയാം, അത് താങ്കൾ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് ബാക്കി കാര്യങ്ങൾ പറയട്ടെ. ഇവിടെ 90-ലെ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ EMS നമ്പൂതിരിപ്പാട് നടത്തിയ മുസ്ലിം കൺസോൾട്ടേഷനെ കുറിച്ച് കേരളത്തിൽ ഒരുപാട് തലത്തിൽ അക്കാഡമിക് തലത്തിൽ ചർച്ച നടത്തിയിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ കേരളത്തിൽ നടന്ന ഏറ്റവും തീവ്രമായ വർഗീയ കൺസോൾട്ടേഷന്റെ ശ്രമം നടത്തിയത് EMS നമ്പൂതിരിപ്പാടായിരുന്നു 90-ലെ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ്. അതിനുശേഷം നടന്ന എവിടെയാണ്? ഇതേ വടകരയിലെ നാദാപുരത്ത് നടന്ന കലാപത്തിന്റെ പേരിൽ 2001-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നടത്തിയിട്ടുള്ള വർഗീയ പ്രചരണം. അവിടെ കുറ്റ്യാടിക്കടുത്ത് ഒരു മുസ്ലിം സ്ത്രീയെ നിസ്കാരപ്പായിൽ ബലാത്സംഗം ചെയ്യുന്ന കള്ളക്കഥ കേരളത്തിൽ മുഴുവൻ പാട്ടുപാടി നടന്ന് UDF വലിയ വിജയം നേടി. അവസാനം അതിന്റെ ദുരന്ത ഫലം എന്താണ്ടായത്? ബിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ NDF-ന്റെ പോപ്പുലർ ഫ്രണ്ടിന്റെ, പിന്നീട് പോപ്പുലർ ഫ്രണ്ടായ NDF-ന്റെ തീവ്രവാദികൾ വെട്ടിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടായി. ഒരു മനുഷ്യനെ വെട്ടിക്കൊന്നു. എന്തിന്റെ പേരിൽ? ഒരു കള്ളക്കഥയുടെ പേരിൽ വെട്ടിക്കൊന്നു. പിന്നീട് അങ്ങനെ സംഭവമേ നടന്നിട്ടില്ല എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുകയുണ്ടായി. അങ്ങനെ ഒരു ബലാത്സംഗമേ നടന്നിട്ടില്ല, അതൊരു കെട്ടിച്ചമച്ച കഥയായിരുന്നു എന്ന് മനസ്സിലായി. പക്ഷെ നോക്കൂ, ഇതൊക്കെ കേരളത്തിൽ നടന്നിട്ടുള്ള കാര്യമാണ്. UDF-ഉം LDF-ഉം ഒരുപോലെ മുസ്ലിം കൺസോൾട്ടേഷന് വേണ്ടി പലതവണ പല സാഹചര്യങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട്. കാർപ്പറ്റിനടിയിലേക്ക് കേരളം മനോഹരമായ മതേതര ഞാൻ പൂർത്തിയാക്കട്ടെ. കേരളം മനോഹരമായ മതേതരത്വത്തിന്റെ എന്തോ വലിയ സ്വർഗമാണ് എന്നൊക്കെ രീതിയിലുള്ള പ്രചരണം, അത് വാസ്തവത്തിൽ അതാണ് തെറ്റായിട്ടുള്ള നറേറ്റീവ്.